ഓളപ്പരപ്പിലെ മാമൻ കുസൃതിയും കയ്യിൽ കണിയും. മഴക്കാലം അതിൻ്റെ അവസാന നാളുകളിലേക്ക് കടക്കുകയായിരുന്നു. എങ്കിലും ഇടയ്ക്കിടെ ആകാശം കറുത്തു ഇരുണ്ട് മഴ പെയ്യാറുണ്ട്. പാടത്തെ വലിയ വെള്ളക്കെട്ടിലാണ് ഞങ്ങളുടെ സ്ഥിരം കുളി. കഴുത്തൊപ്പം വെള്ളമുണ്ടാകും അവിടെ എപ്പോഴും. ആ ആഴത്തിലാണ് ഞാൻ നീന്താൻ പഠിച്ചതുപോലും. അങ്ങനെ ഒരു ദിവസം എൻ്റെ ചെറിയ മാമൻ എന്നെ വിളിച്ചു. അന്ത്രു, നീ കുളിക്കാൻ വരുന്നടാ. കേട്ട പാതി കേൾക്കാത്ത പാതി. ഞാൻ വേഗം അകത്തുപോയി തുണി മാറ്റി ഒരു മുണ്ടെടുത്തു. കുളിക്കാൻ റെഡിയായി ഇറങ്ങിയപ്പോഴാണ് മാമൻ്റെ അടുത്ത നിർദ്ദേശം വന്നത്. എടാ, അവിടെ ചിലപ്പോൾ ബാലൻ മീനുണ്ടാവും. അതുകൊണ്ട് പഴയ ഒരു തുണി കൂടി എടുത്തോ. ഞാൻ വീണ്ടും വീട്ടിനകത്തേക്ക് ഓടിക്കയറി ഒരു പഴയ തുണി കൂടി കയ്യിലെടുത്തു. പാടത്തെത്തിയതും മാമൻ അതാ കാത്തു നിൽക്കുന്നു. മാമൻ ഷീമക്കൊന്നയുടെ മുകളിൽ വലിഞ്ഞു കയറി. വെള്ളത്തിലേക്ക് ഒരൊറ്റ ചാട്ടം. ഡും! വെള്ളം തെറിപ്പിച്ചുള്ള ആ ചാട്ടത്തിന് പിന്നാലെ മാമൻ വെള്ളത്തിനടിയിലേക്ക് മുങ്ങിപ്പോയി. ഞാൻ പതുക്കെ വെള്ളത്തിലേക്ക് ഇറങ്ങി നീന്താൻ തുടങ്ങി. കുറച്ചു നേരം നീന്തി കുളിച്ചപ്പോൾ മാമൻ പറഞ്ഞു, ആ തുണിയെടുത്ത് ഇങ്ങോട്ട് വാ. ഞാൻ ആ പഴയ തുണിയുമെടുത്ത് മാമൻ്റെ അരികിലേക്ക് നീന്തി ചെന്നു. ഞങ്ങൾ രണ്ടുപേരും കൂടി തുണിയുടെ രണ്ടറ്റവും പിടിച്ചു. വെള്ളത്തിൽ താഴ്ത്തി മീൻ പിടിച്ചു. കൗതുകം തീർന്നപ്പോൾ അതിലേക്ക് തന്നെ കളഞ്ഞു. അതിനുശേഷം ഞാൻ വെള്ളത്തിൽ മുങ്ങിയിട്ട് നീന്തി തിരിച്ച് മാമൻ്റെ അടുത്തു തന്നെ എത്തി. അങ്ങനെ തിമിർത്ത് കുളിച്ചുകൊണ്ടിരിക്കെ ആണ് മാമൻ ആ കടുംകൈ ചെയ്തത്. എന്നെ മാമൻ വെള്ളത്തിൽ മുക്കി പിടിച്ചു. ശ്വാസം കിട്ടാതെ ഞാൻ പിടഞ്ഞു. കുറേ സമയം അങ്ങനെ നിർത്തിയ ശേഷമാണ് എന്നെ പൊക്കിയത്. എന്നെ ഉയർത്തിയതും ഇതാ മാമൻ പൊട്ടിച്ചിരിക്കുന്നു. ഇത് മാമൻ കുറച്ചു സമയം തുടർന്നുകൊണ്ടിരുന്നു. ഒടുവിൽ ഒരു തവണ മാമൻ്റെ കൈ എൻ്റെ മേൽ ഒരല്പം അയഞ്ഞ നിമിഷം നോക്കി. ഞാൻ വെള്ളത്തിനടിയിലൂടെ മുങ്ങി ദൂരേക്ക് നീന്തിപ്പോയി. പതുക്കെ കരയിലേക്ക് കയറി. ദേഷ്യവും ശ്വാസം മുട്ടിയതിൻ്റെ സങ്കടവും ഇരച്ചു കയറിയിരുന്നു. കരയിൽ നിന്ന് കയ്യിൽ കിട്ടിയ കല്ലും മണ്ണുമെല്ലാം വാരി ഞാൻ മാമന് നേരെ തുരുതുര എറിയാൻ തുടങ്ങി. വെള്ളത്തിൽ കിടന്നു കൊണ്ട് മാമൻ വിളിച്ചു പറയുന്നുണ്ടായിരുന്നു, ഡാ, ഞാൻ കരയ്ക്ക് കയറിയാൽ നിന്നെ വെച്ചേക്കില്ല. ഈ ബഹളമൊക്കെ കേട്ടുകൊണ്ടാണ് വീടിനകത്തു നിന്നും ഉമ്മ ഇറങ്ങി വന്നത്. ഉമ്മയുടെ കയ്യിൽ അപ്പോൾ ഒരു കയ്യിൽ കണ ചിരട്ടത്തവി ഉണ്ടായിരുന്നു. ഉമ്മ പതുക്കെ ആ തവി തിരിഞ്ഞു പിടിച്ചുകൊണ്ട് എൻ്റെ അരികിലേക്ക് നടന്നു വന്നു. ഒന്നും ചോദിക്കാൻ എൻ്റെ ചന്തിക്ക് നോക്കി തന്നു. രണ്ടടി. ഡിം ഡിം. നല്ല ഒന്നാന്തരം വേദന. ഞാൻ ഉറക്കെ കരയാൻ തുടങ്ങി. അടി കിട്ടിയതും ഞാൻ അവിടെ നിന്നും ജീവനും കൊണ്ട് ഒരോട്ടമായിരുന്നു. ഞാൻ ഓടുന്നത് കണ്ട് ഉമ്മ പുറകിൽ നിന്നും വിളിച്ചു പറയുന്നുണ്ടായിരുന്നു, നിൻ്റെ ആ കുരുത്തക്കേട് ഇങ്ങ് വീട് വരെ എത്തിയടാ. കുളിച്ച് നനഞ്ഞ മുണ്ടോടെ തന്നെയാണ് ഞാൻ ആ ഓട്ടം വെച്ച് പിടിച്ചത്. പാവം ഉമ്മ. ഞാൻ എന്തിനാണ് മാമനെ കല്ലെടുത്ത് എറിഞ്ഞതെന്ന് ഉമ്മാക്കറിയില്ലല്ലോ. അവരത് ചോദിക്കാൻ നിന്നതുമില്ല. എനിക്ക് കാര്യം പറയാൻ ഒരവസരം തന്നതുമില്ല. തുടരും.